ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു റെഡിമെയ്ഡ് ടോപ്പ്, അതുപോലെ തന്നെ സൽവാർ, കുർത്തി, ഇതൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്കും നമുക്കതിൽ വർക്ക് കാണത്തില്ല. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യണം. അതിനെങ്ങനെയാണ് നമ്മൾ ഹൂപ്പ് ഫിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. ഇതിൽ ഞാൻ ചെറിയ സൈസ് ഹൂപ്പും അതുപോലെ തന്നെ കുറച്ചും കൂടി വലിയ സൈസ് 6 ഇഞ്ചും 9 ഇഞ്ചിൻ്റെ ഹൂപ്പാണ് കാണിക്കുന്നത്. ഞാൻ ഇവിടുത്തെ റെഡിമെയ്ഡ് ടോപ്പിലാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് പ്ലെയിൻ മെറ്റീരിയലിലല്ലേ നമ്മൾ ഈ ഫ്രെയിം വെക്കുന്നത്. അത് വളരെ സിമ്പിളാണ്. പ്ലെയിൻ മെറ്റീരിയലിൽ വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് വയ്ക്കാം. പക്ഷേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു ടോപ്പോ സൽവാറിലൊക്കെ ആണെങ്കിൽ ഫിറ്റിങ് കുറച്ച് പാടായിരിക്കും. അങ്ങനെ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പം ഞാനിവിടെ ആദ്യം 6 ഇഞ്ചിൻ്റെ ഹൂപ്പ് എടുക്കുന്നുണ്ട്. ഈ ഒരു സ്ക്രൂ ഒന്ന് നമ്മൾ ലൂസാക്കി കൊടുക്കുമ്പോൾ നമുക്ക് 2 ഹൂപ്പായിട്ട് ഇതുപോലെ കിട്ടും. ഞാനിവിടെ ഈ അടിവശത്തെ ഈ പ്ലെയിനായിട്ടിരിക്കുന്ന ഹൂപ്പിൻ്റെ ഇവിടെ ഞാൻ ചെറിയതായിട്ട് നൂല് വെച്ച് ചുറ്റിയിട്ടുള്ളത്. നമുക്ക് ഫുള്ളും വേണമെങ്കിൽ നമുക്ക് ചുറ്റാം, 2 ഹൂപ്പിലും ചുറ്റാം. കാരണം അത് കുറച്ചും കൂടി നമുക്ക് ഹൂപ്പ് നന്നായിട്ട് ഇരിക്കും. നമുക്ക് ബീഡ്സ്, സ്റ്റോൺ വർക്കൊക്കെ ഉണ്ടെങ്കിൽ അതിലിങ്ങനെ ഡാമേജ് ഒന്നും ആവാതെ ആ ഒരു രീതിയിലിരിക്കും. ഇവിടെ എൻ്റെ ശകലം പൊട്ടിയിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ആ ഒരു ഭാഗം മാത്രം ഞാനൊന്ന് നൂല് ചുറ്റിയിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം ഒരു നെക്കിൽ എങ്ങനെയാണ് ഈ ഹൂപ്പ് ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മുന്നേ ചെയ്തൊരു വർക്കിൻ്റെ ഈ ഒരു ടോപ്പിലാണ് എങ്ങനെയാണ് എംബ്രോയ്ഡറിയുടെ ഈ ഹൂപ്പ് ഫിറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത്. ഞാൻ ഈ ഒരു സൈഡിലാണ്, ഇത് ചെറിയ ഹൂപ്പാണ്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഈ നെക്കിൻ്റെ ഒരു സൈഡിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഈ റിങ് പോലെ, പ്ലെയിൻ റിങ് പോലെ ഇരിക്കുന്ന ആ ഒരു റിങ്ങാണ് നമ്മൾ നെക്കിൻ്റെ അടിവശത്ത് വെച്ച് കൊടുക്കേണ്ടത്. ഇതുപോലെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ബിഗിനേഴ്സിന് ഇതൊന്നും ഒട്ടും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അറിയാമെന്നുള്ളവർ സ്കിപ്പ് ചെയ്ത് പോകുക കേട്ടോ. അപ്പം രണ്ടാമത്തെ ഈ സ്ക്രൂ ഉള്ള ഈ ഹൂപ്പ് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് താന്നിരിക്കും. അതിനുശേഷം നമ്മുടെ ഡ്രസ്സിന് ഇതുപോലെ ഒന്ന് ലൂസാക്കി കൊടുക്കണം സ്ക്രൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫിറ്റാക്കി നമ്മൾ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ തുണി ആ ക്ലോത്തിൽ നല്ല ഫിറ്റായിട്ടിരിക്കും. ഇനി ബാക്കിയുള്ള ആ ഒരു ഇത് ലൂസായിട്ടുള്ളതിന് നമ്മൾ ഈ തുണിയുടെ 4 അറ്റവും നമ്മൾ ഇതുപോലെ പിടിച്ച് ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം സ്ക്രൂ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ഈ ക്ലോത്ത് നല്ല ഫിറ്റായിട്ടിരിക്കും. നമുക്ക് ക്ലോത്ത് ഫിറ്റാവാതിരിക്കുന്നത് നമ്മളൊന്ന് കൈവച്ച് നോക്കുമ്പോൾ താന്ന് പോയിട്ടുണ്ടെങ്കിൽ ക്ലോത്ത് ഫിറ്റല്ല, കണ്ടോ, താന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ക്ലോത്ത് ഫിറ്റായിട്ടിട്ടില്ല. അപ്പോൾ നല്ലപോലെ ഫിറ്റായിരിക്കുമ്പോഴത്തേക്കും അത് നല്ല ടൈറ്റ് ആവും. ടൈറ്റ് ആയതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ വർക്കിന് നല്ലൊരു പെർഫെക്ഷൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കൂ. ഇത് പ്ലെയിൻ മെറ്റീരിയലല്ല ചെയ്യുന്നത്. റെഡിമെയ്ഡ് ടോപ്പ്, സൽവാറിലൊക്കെ വിൽക്കാൻ, ഈ ഫ്രെയിം വിൽക്കാൻ ഒട്ടും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയും കൂടിയാണ് കേട്ടോ. സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ എപ്പോഴും വെക്കാൻ നമ്മൾ നോക്കണം. സ്ക്രൂവിന് എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഫ്രെയിം നമ്മൾ വാങ്ങാതെ ഇരിക്കാനാണ് നോക്കേണ്ടത്. പിന്നെ വൈഡായിട്ടുള്ള നല്ല നെക്കാണ്, കുറച്ചും കൂടി വൈഡായിട്ടുള്ള നെക്കാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വലിയ ഫ്രെയിം എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഈ ഒരു ചെറിയ ഫ്രെയിമിൽ താഴത്തെ ഈ ഒരു പോർഷനിൽ എങ്ങനെയാണ് നമ്മൾ ഫ്രെയിം വെക്കണേന്ന് നോക്കാം. സെയിം അതിൽ വെച്ചതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും വെക്കുന്നത്. പക്ഷേ ഡിഫറൻസ് എന്ന് പറയുമ്പം താഴോട്ടാണ്. മറ്റത് നമ്മൾ ഇളക്കി നമ്മൾ ചെയ്യണം. അതുപോലെ വലിയ ഫ്രെയിം ആണെങ്കിൽ ഒറ്റ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്താൽ മതി. ഇത് കണ്ടോ, നമുക്ക് ഈ താഴത്തെ പോർഷനിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ വർക്കൊക്കെ ആണെങ്കിൽ ഈ ഒറ്റൊരു ഫ്രെയിം ഇളക്കണ്ട. അങ്ങനെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് എൻഡ് ചെയ്യുന്നത് വരെയും നമുക്ക് ഈ ഫ്രെയിമിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഈ രീതിയിലാണ്, ഈ ഫ്രെയിം വെച്ച് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. നല്ല പെർഫെക്ഷനായിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇങ്ങനത്തെ ടോപ്പിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബാലൻസ് പോലെ കിടക്കും. അവിടെ നമുക്ക് നമ്മുടെ ക്ലിപ്പോ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ക്ലോത്തിനെ നമുക്ക് ഫിറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി 9 ഇഞ്ചിൻ്റെ ഹൂപ്പാണ്. ഇതൊരു റെഡിമെയ്ഡ് ടോപ്പാണ് കേട്ടോ, കുർത്തിയാണ്. അതിലെങ്ങനെയാണ് വെക്കുന്നതെന്ന് സെയിം ആ ഒരു മെത്തേഡിൽ തന്നെ. പക്ഷേ ഈ ഷോൾഡറിൻ്റെ അവിടെയൊക്കെ നമുക്ക് വർക്ക് വരുമ്പോൾ ഒന്നിൽ അതിനകത്തോട്ടാക്കിയിട്ട് വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ അത് പുറത്തോട്ട്, റിങ്ങിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. ഞാനിപ്പോൾ പുറത്തോട്ട് വെച്ചിട്ടാണ്, കാരണം ആ ഒരു നെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണോ ആ ഒരു രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. സെയിം മെത്തേഡിൽ തന്നെയാണ് ഈ ഹൂപ്പ് എങ്ങനെയാണോ വെക്കുന്നത്. ഇത് കുറച്ചും കൂടി വലുതാണ്. അപ്പോൾ നമുക്ക് ഒരു സൈഡിലാണ് നമുക്ക് വേണ്ടതെങ്കിൽ കുറച്ചും കൂടി വലിയ ഹൂപ്പ് എടുക്കുക, ഇതുപോലെ തന്നെ ഫിറ്റ് ചെയ്യുക. നമ്മുടെ വർക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വൈൽഡ് നെക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ, സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നെങ്കിൽ നല്ല വലിയ ഫ്രെയിം എടുക്കുക.
ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ ഫ്രെയിമാണ് എടുക്കുന്നെങ്കിൽ ഈ ഫ്രെയിമിൻ്റെ രണ്ടറ്റത്തിൻ്റെ അവിടെ ഗ്യാപ്പില്ലേ, അവിടെ ഒരു പേപ്പർ 4ആയിട്ട് മടക്കി ഇങ്ങനെ ബീഡ്സ് വർക്ക്, സ്റ്റോൺ വർക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, നേരത്തെ ഞാൻ ത്രെഡാണ് പറഞ്ഞത്, അപ്പം ത്രെഡ് അങ്ങനെ യൂസ് ചെയ്തില്ല എങ്കിൽ നമ്മൾ ഈ പേപ്പർ അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബീഡ്സ് വർക്ക്, സ്റ്റോൺ വർക്കിനൊന്നും ഒന്നും പറ്റത്തില്ല, നല്ല ഫിറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഈ വലിയ ഹൂപ്പ് നമുക്ക് നെക്കിൻ്റെ ഫുൾ ഇതിലും വെക്കാം കേട്ടോ. ആ ഒരു രീതിയിലും നമുക്ക് വെച്ച് ചെയ്യാം. അപ്പോൾ 2-3 രീതിയിൽ ഞാൻ വെച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.